നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജഗൻ ഡോക്ടർ കാർത്തിക മാധവന്റെ ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പിസ്റ്റ്. ദിയമോൾക്കും തെറാപ്പി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്ന് സംഭവിച്ചു? ഈശ്വര, പണ്ട് ഫിസിയോതെറാപ്പി പഠിക്കാൻ പോയിട്ട് അകത്ത് വെച്ച് കളഞ്ഞിട്ട് വന്നത് ഓർമ്മയുണ്ട്. അതന്ന് ഇപ്പൊ മാറി. ഫിസിയോതെറാപ്പി മാത്രമല്ല, ഫിസിയോതെറാപ്പി കഴിഞ്ഞ് വിശ്രമിക്കുന്ന രോഗികളെ വീട്ടിൽ ചെന്ന് കണ്ട് ചികിത്സാനന്തര സേവനവും ഞാൻ നടത്താറുണ്ട്. ജഗന്റെ വീട്ടിൽ നിന്ന് ഭവാനിയമ്മ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയ ബിരിയാണി പുട്ട് ഹരിതയ്ക്ക് കൊടുക്കാനായിട്ട് ജഗൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓഹോ, അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായോ? അതെ, ഹരിതയ്ക്ക് മാത്രം കഴിക്കാനുള്ളതല്ല, നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാനുള്ളതാ. വളരെ സന്തോഷം. ആദ്യം ബിരിയാണി പുട്ട് കഴിക്കാം, പിന്നെ എല്ലാവർക്കും കൂടി ഇരുന്ന് ഊണും കഴിക്കാം. അത് കഴിഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയാ മതി. ഹരിതേ, ഒരാളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. അദ്ദേഹം വളരെ തിരക്കുള്ള ഒരു യുവനേതാവല്ലേ, പൊയ്ക്കോട്ടെ. അങ്കിളിന് പോവാൻ പറ്റില്ല അമ്മേ. അങ്കിളിനെ ഞാൻ തോപ്പിച്ചതാ. ഇനി അങ്കിള് എന്നെ തോപ്പിച്ചിട്ട് പോയാ മതി. എന്തായാലും ഭവാനിയമ്മ കൊടുത്തയച്ച ഭക്ഷണം നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങൾ. വാ വാ. മോളെ, കാലനക്കരുത്, നേരെ ഇങ്ങനെ വെച്ചിരിക്കണം. ഇത് ട്രീറ്റ്മെന്റിന്റെ മറ്റൊരു ഭാഗം. വന്ദനെ, വാ, ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? ഇല്ല മോളെ, പല്ല് തേപ്പിച്ച് കുളിപ്പിക്കൊക്കെ വേണം. നിങ്ങൾ പോയി കഴിച്ചോ. വന്ദനം കൂടെ വാ, ഒരുമിച്ചിരുന്ന് ബിരിയാണി പുട്ട് കഴിക്കാം. ജഗനങ്ങളും വിളിച്ചതല്ലേ, പോവായിരുന്നു. മോളെ, നിനക്ക് കുറുമ്പത്തിരി കൂടുന്നുണ്ട്. ജഗൻ എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? എന്നിട്ട് എന്തിനാ ചങ്ങാത്തം കൂടാൻ പോകുന്നത്? എന്നെ പിശക്കാരെ വീണ് രക്ഷിച്ച ആളല്ലേ. അതിന് നന്ദിയൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആ കടപ്പാടും പറഞ്ഞ് കൂട്ടുകൂടാനൊന്നും ഇനി നീ പോവണ്ട, മനസ്സിലായോ? എന്തെല്ലാം നമ്പരുമായിട്ട് ഓരോരുത്തരന്മാര് വലിഞ്ഞു കയറി വരുന്നത്. ദേ, അമ്മയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തലയിൽ കിടന്ന് തലച്ചുകൊണ്ടിരിക്ക. അതിന്റെ കൂട്ടത്തില് നീയും കൂടെ എനിക്ക് തലവേദന ഉണ്ടാക്കരുത് മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.